ഹായ് മക്കളുമാരെ, ഞാനിന്ന് എന്താ വയ്ക്കാൻ പോകുന്നതെന്നറിയാമോ? കുടംപുളി ഇട്ട് വയ്ക്കുന്ന ഒരു മീനച്ചാറാണ്. ചൂര മീനാണ് ഞാൻ അതിന് വേണ്ടി എടുത്തിട്ടുള്ളത്. ഒരു 3/4 കിലോ ചൂര മീനിൻ്റെ കഷ്ണമാണ്. അതിനകത്ത് ഒരു 2 ടേബിൾ സ്പൂണ് മുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1 ടീസ്പൂണ് കുരുമുളക് പൊടി, 1 ടീസ്പൂണ് ഉപ്പ്. ഇത്രയും കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കി ഒരു അരമണിക്കൂർ നേരം വെച്ചിരിക്കുകയാണ്. അരമണിക്കൂർ ഇങ്ങനെ വെച്ചതിന് ശേഷം ആണ് ഞാനിത് വറക്കാനെടുക്കുന്നത്. അപ്പം നന്നായിട്ട് അതിൻ്റെ ആ മസാലയൊക്കെ അതിൽ പിടിച്ചിരിക്കും. ഓക്കെ, ഗ്യാസ് കത്തിച്ചിട്ട് പാനടപ്പി വെച്ച് എണ്ണ ഒഴിക്കാം. ഞാൻ ഈ അച്ചാറിടാൻ വേണ്ടിയുള്ള മൊത്തത്തിലുള്ള എണ്ണ ഈ വറക്കുന്നതിനകത്തങ്ങ് ഒഴിക്കുകയാണ് കേട്ടോ. അപ്പം ബാലൻസ് വേറെ എണ്ണ പിന്നെ നമുക്ക് ഒഴിക്കേണ്ടി വരില്ല. ഞാൻ ഈ പാത്രത്തിൽ തന്നെയാണ് മീന് അച്ചാറിടാനും പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ അത്ര എണ്ണ ഒഴിച്ചത് കേട്ടോ. എണ്ണ ചൂടാകട്ടെ. ചൂടായതിന് ശേഷം മീനിടാൻ നോക്കും. കണ്ടോ, എനിക്ക് ഇത്രയും മീനാണ് വറുത്ത് അച്ചാറിടാനുള്ളത്. അപ്പം ഞാനിത് മുളക് പുരട്ടി, ഉപ്പൊക്കെ പുരട്ടി, മുളക്, ഉപ്പ്, പിന്നെ കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, സ്വല്പം ഉലുവാപ്പൊടി ഇട്ട് ഇളക്കി വെച്ചിരിക്കുകയാണ്. ഇത് ചൂരമീനായതുകൊണ്ട് ഞാൻ ഇച്ചിരി ഉലുവാപ്പൊടിയും കൂടെ ഇട്ടത് കേട്ടോ. പിന്നെ എനിക്ക് ആവശ്യമുള്ളത് ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില. ഇതെന്താണെന്ന് മനസ്സിലായ? ഇത് പെണംപുളി. ഈ പെണംപുളിയും കൂടെ ഞാനിത് ഇട്ടാണ് അച്ചാർ വെക്കുന്നത്. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. പെണംപുളി നമ്മുടെ എണ്ണ ചൂടായി. അതിനകത്തോട്ട് നമുക്ക് മീനിട്ട് കൊടുക്കാം. ഇത് നമ്മൾ വറുത്ത് കോരി എടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു സൈഡ് മൂത്തതിന് ശേഷം മാത്രമേ അടുത്ത സൈഡ് തിരിച്ചിട്ട് കൊടുക്കാവൂ. അല്ലെങ്കിൽ അടിയിൽ ആദ്യത്തെ ആ സൈഡിൽ കിടക്കുന്ന മസാല എന്ത് ചെയ്യുമെന്നറിയാവോ? നമ്മൾ മൂക്കുന്നതിന് വിട്ട് ഇളക്കിയാൽ എന്നാൻ പറ്റുമെന്നറിയാവോ? അതിൽ മസാല അങ്ങ് ഇളവും. അപ്പം ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ കാണിച്ചതല്ലേ ഈ പെണംപുളി ഇല്ലേ, പെണംപുളി ഞാൻ വെള്ളം ഒഴിച്ചിട്ടിരിക്കുന്നതാണ്. അതിനകത്തോട്ട് ഇത്ര ഉപ്പും കൂടെ ഇടുവാണ്. ഇത്രയും കൂടെ ഉപ്പും കൂടെ ഇട്ടിട്ട് എൻ്റെ ഈ ചട്ടിയിലല്ലേ അതിനെ വറ്റിക്കാൻ പോവുകയാണ്. എൻ്റെ പുളി നമുക്ക് ആവശ്യമുണ്ട് നമ്മുടെ മീൻ വറുത്ത് നമ്മുടെ അച്ചാറിനകത്ത് ചേർക്കാനായിട്ട്. കണ്ടോ, ഇത് ഞാൻ ഗ്യാസ് കത്തിച്ച് അടപ്പേ വെക്കാൻ പോവുകയാണ്. ഇതിൻ്റെ ഈ പുളിയുടെ എല്ലാ സത്തും അങ്ങ് ഇറങ്ങി ആ വെള്ളത്തിൽ ഇറങ്ങുന്ന വരെ ഇതിനെ ഞാൻ വറ്റിക്കും. ഓക്കെ, പിന്നെ അതതിൽ കിടന്ന് തിളച്ച് വറ്റുമ്പോഴും നമുക്ക് എടുക്കാം. നമ്മുടെ മീൻ എന്തായെന്നൊന്ന് നോക്കാം. അതിൻ്റെ ഒരു സൈഡായെന്നാണ് തോന്നുന്നത്. തിരിച്ചിട്ട് നോക്കാം. ഇട്ടിട്ട് കാണിച്ചു തരാം. കണ്ടോ, ഇതിൻ്റെ ഒരു സൈഡായിട്ട് ഞാനത് തിരിച്ചിട്ട് കൊടുത്തപ്പോഴതിന് കണ്ടോ, അതിൻ്റെ ഒരു സൈഡ് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഞാൻ അടുത്ത സൈഡിലൂടെ മൂത്തതിന് ശേഷം നമുക്ക് കോരാം. ഓക്കെ, കണ്ടോ, നമ്മുടെ പുളി കിടന്ന് തിളയ്ക്കുന്നുണ്ടോ? അത് വറ്റട്ട് തിളച്ച് ആ പുളിയുടെ സത്തെല്ലാം അങ്ങ് ഇറങ്ങണം, ആ വെള്ളത്തിൽ ഇറങ്ങണം. അതിന് ശേഷം നമ്മൾ എടുക്കും. കണ്ടോ, നമ്മുടെ മീൻ ആയിട്ടുണ്ട്. ഇനി നമുക്കതിനെ കോരാം. നന്നായിട്ടായിട്ടുണ്ട്, കോരാം. നമ്മുടെ പുളി കിടന്ന് അതിൻ്റെ പുളിയൊക്കെ ഇറങ്ങി ഉപ്പും പുളിയായിട്ട് കിടന്ന് അതിൻ്റെ വെന്ത് ഇറങ്ങിയിരിക്കുകയാണ്. ഇനി നമുക്കിതിനെ ഓഫാക്കാം. നമുക്ക് നമ്മുടെ കടുവിനെ വറക്കാം. കടുവിനെ ചൂടാക്കി പൊടിക്കണമല്ലോ. നമ്മുടെ പാൻ ചൂടായി അതിനകത്തോട്ട് ഇത്രയും കടുവിന് എണ്ണയൊന്നും ഒഴിക്കണ്ട. എണ്ണ ഒന്നും ഒഴിക്കാതെ തന്നെ നമ്മൾ അത് ചൂടാകുമ്പോൾ അത് പൊട്ടും. പൊടിച്ചതുണ്ട്. കടുക്
ഇത് തണുക്കട്ടെ, ഇനി തണുക്കുമ്പോൾ നമുക്ക് പൊടിക്കാം. ഓക്കെ, കണ്ടോ നമ്മുടെ മീൻ വറുത്ത കോരിയതിനകത്ത് ഇനി നമ്മൾ കണ്ട ഇഞ്ചിയുണ്ട്, നമ്മുടെ വെളുത്തുള്ളിയുണ്ട്, വറ്റൽമുളകുണ്ട്, കറിവേപ്പിലയുണ്ട്. കറിവേപ്പില എടുക്കാം. നമുക്ക് ആദ്യം ഇടേണ്ടത് ഇഞ്ചിയാണ്. ഇഞ്ചി കുറച്ച് മൂക്കാനുണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് ഇഞ്ചി ഇടാം. എന്താ ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഇച്ചിരി ഇടാവണം. ഇഞ്ചി ഇപ്പോൾ ഒരു ഇതായിട്ടുണ്ട്. ഇനി നമ്മുടെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. കണ്ടോ, ഇത് ഇത്രയായാൽ മതി. ഇഞ്ചിയൊക്കെ നന്നായിട്ട് മൂത്ത്, ഉള്ളി അത്ര മൂത്തില്ല, അത്ര മൂത്താൽ മതി നമുക്ക്. ഇനി നമ്മുടെ വറ്റൽമുളകും, ഈ വറ്റൽമുളകും കറിവേപ്പിലയും കൊണ്ട് ആദ്യം വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇത് കഴിഞ്ഞിട്ട് കറിവേപ്പില ഇടാം. കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മൾ എത്രയും കറിവേപ്പില ഇടണോ അത്രയും നല്ലതാണ് കേട്ടോ. ഉണ്ട്, ഇത് ആയി. ഇനി ഇതിനകത്തോട്ട് നമ്മുടെ മുളക് പൊടി ഇട്ട് കൊടുക്കാം. കണ്ടോ, ഇത്രയും മീനുണ്ട്, അപ്പോൾ അതിനനുസരിച്ചുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കണം. ഓക്കെ, ഒരു 2 സ്പൂൺ മുളകിടാം. ശരിയൊക്കെ വേണ്ടേ. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 3/4 ടീസ്പൂണ് ഉലുവപ്പൊടി. ഉലുവപ്പൊടി വേണമെങ്കിൽ ഒരു ഇച്ചിരി കൂടെ ഇടാം, ചൂരമീനല്ലേ. ഇത്രയും കൂടെ ഇടാം, 1 ടീസ്പൂണേ. ഇളക്കി നോക്കാം. നമ്മളിട്ട ഈ പൊടികൾ എല്ലാം ഇല്ലേ, അതെല്ലാം ആ എണ്ണ കിടന്നൊന്ന് മൂക്കണം. കണ്ടോ, മുളകൊക്കെ കണ്ടോ ചെറിയ ചുമന്ന കളർ പോലെ ആയതുണ്ടോ. ആ പാകമായതിന് ശേഷം കണ്ടോ, അടപ്പ് വെച്ച് വറ്റിച്ച് വെച്ചിട്ടില്ലേ വേണംപുളി, കുറച്ച് വെള്ളമായിട്ട്, സ്വല്പം വെള്ളമായിട്ടുണ്ട്. അതിനെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കും. ആ അരപ്പിനകത്തോട്ട് പിന്നെ നന്നായിട്ട് വറ്റട്ടെ. വറ്റിട്ട് നമുക്ക് വിനീഗർ ഒഴിച്ച് കൊടുക്കാം. കണ്ടോ, ഇനി നമ്മൾക്ക് നമ്മുടെ വിനീഗർ ഒഴിച്ച് കൊടുക്കാം. ഇച്ചിരി വിനീഗർ ഇച്ചിരി കൂടുതൽ ഒഴിക്കണം, മീനല്ലേ. ഞാൻ വിനീഗർ കിടന്നു തിളക്കട്ടെ. ഈ അരപ്പും ഇതെല്ലാം കൂടെ ഒന്ന് ഇച്ചിരി ഒന്ന് തിളക്കട്ടെ. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച്, ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അതായത് നന്നായിട്ട് തിളച്ചല്ലോ, തിളച്ചതിന് ശേഷം നമ്മുടെ മീനെ തട്ടുന്നു. ഇനി ഗ്യാസ് ഓഫാക്കിയിരുന്നാൽ മതി കേട്ടോ. ഗ്യാസ് ഓഫാക്കി നമ്മൾ മീനെ തട്ടി, കടുകില്ലേ അതിനെ പൊടിച്ചതാണ്, അതിന് നമുക്ക് അതിനകത്തോട്ട് തട്ടിക്കൊടുക്കാം. ഇനി ഇതിനെ ഇളക്കണം, നന്നായിട്ട് ഇളക്കണം. ഓക്കെ, ഇളക്കിയിട്ട് കാണിച്ചു തരാം. നല്ല സ്വാദിഷ്ടമായ കൊടംപുളി ഇട്ട മീനച്ചാറാണ്. ഇത് നമ്മൾ ചൂരയെന്ന് പറയും, നെമ്മീൻ ചൂരയാണിത്. അപ്പോഴേ അടിപൊളി ടേസ്റ്റാണ് ഈ മീൻ. നമുക്ക് പപ്പ വരുന്നുണ്ട്, നമുക്ക് നോക്കാം. പപ്പയോട് ചോദിച്ചു നോക്കാം. പപ്പ ഈ മീൻ എങ്ങനെ ഉണ്ടെന്നൊന്ന്, ഈ അച്ചാർ എങ്ങനെ ഉണ്ടെന്നൊന്ന് പറ പപ്പ. കണ്ട, നമ്മുടെ ചൂരമീൻ അച്ചാറ് റെഡിയായി. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ.